സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കുന്ന ഓരോ നിമിഷങ്ങളും സ്വർഗ്ഗതുല്യമാണ്. എല്ലാ ദിവസവും സന്തോഷവും ചിരികളൊന്നും വരണമെന്നില്ല, അതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. എൻ്റെ യാത്രയിലെ മനോഹരമായൊരു അനുഭവം നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. 40 കിലോക്ക് മുകളിൽ ഭാരമുള്ള എൻ്റെ ബാഗ് എടുത്ത് മലമുകളിലെ ഒരു ഗ്രാമത്തിലേക്കുള്ളൊരു യാത്രയാണ്. ഹിമാചൽ പ്രദേശിലെ ലാഹോൾ ആൻഡ് സ്പിറ്റി ഡിസ്ട്രിക്റ്റിലെ കർദാങ് എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. മഞ്ഞുമലകൾക്ക് താഴെയുള്ള മനോഹരമായൊരു ഗ്രാമം. ഹെഡ് ക്വാർട്ടേഴ്സായ കെയ്ലോങ്ങിൽ നിന്നുമാണ് ഞാൻ നടത്തം ആരംഭിക്കുന്നത്. ഭക്ഷണ സാധനങ്ങളും കിടന്നുറങ്ങാനുള്ള എല്ലാ സാധനങ്ങളും എടുത്താണ് ഞാൻ മുകളിലോട്ട് പോകുന്നത്. രാത്രി കാലങ്ങളിൽ കാടുകളിലാണ് ഞാൻ ടെൻ്റ് അടിക്കുന്നത്. അവിടെ ഒരു ദിവസം കിടന്നുറങ്ങും. രാവിലെ ആകുമ്പോൾ വീണ്ടും ഞാൻ എൻ്റെ യാത്ര തുടങ്ങി. ഗ്രാമങ്ങളിൽ നിന്നും പട്ടണപ്രദേശത്തേക്ക് സാധനം വാങ്ങാൻ പോകുന്ന ഗ്രാമവാസികളെ ഞാൻ കാണാറുണ്ട്. അവർ കാണുമ്പോൾ തന്നെ നമസ്തേ എന്നാണ് പറയുക. എത്ര സന്തോഷത്തോടു കൂടിയാണെന്നറിയോ പുതിയൊരാളെ കാണുമ്പോൾ അവർ സംസാരിക്കുന്നത്. അവരുടെ സന്തോഷം തന്നെയാണ് വീണ്ടും മല കയറുമ്പോൾ എനിക്ക് തരുന്ന മനോഹരമായ ഒരു അനുഭവം എന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും ഞാൻ നടന്നെത്തിയത് കർദാങ് ബുദ്ധ ഗുംബയിലാണ്. ഏകദേശം വൈകുന്നേരമായി. നല്ല മഴയും തണുപ്പും വന്നു തുടങ്ങി. എവിടെയാണ് പോകേണ്ടതെന്ന് ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ആരുമില്ലല്ലോ, ആരെയും എനിക്കറിയത്തില്ല. ആ സമയത്ത് എനിക്ക് ഹിന്ദി പോലും സംസാരിക്കാൻ അറിയത്തില്ല. ഇപ്പോഴാണ് കുറച്ചൊക്കെ ഹിന്ദി ഞാൻ സംസാരിച്ച് തുടങ്ങുന്നത്. അവിടെയുള്ള ആൾക്കാർ എന്നോട് വന്ന് ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത്? നല്ല തണുപ്പല്ലേ, ഇന്നിവിടെ താമസിക്കാമെന്ന് ഒറ്റൊരു വാക്ക് പറഞ്ഞപ്പം മനസ്സിന് എത്ര സന്തോഷം കിട്ടിയെന്നറിയോ. ആ ഒരു രാത്രി ഞാൻ അവിടെ കിടന്നുറങ്ങി. ഞാൻ അവിടെ വന്നതും എനിക്കവർ ചായ, ബിസ്ക്കറ്റ്, കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ തന്നു. രാത്രിയുള്ള ഭക്ഷണമൊക്കെ തന്നു. മഴ കഴിയുന്നത് വരെ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞു. അത്രയും നല്ലൊരു മനുഷ്യർ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഉയരം കൂടുന്തോറും ഗ്രാമവാസികളുടെ ജീവിത രീതിയിൽ വളരെ വ്യത്യസ്തമുണ്ട്. കൂടാതെ തന്നെ അവരുടെ സ്നേഹത്തിലും വളരെ വ്യത്യാസമുണ്ട്. അങ്ങനെ പിറ്റേന്ന് ഞാൻ വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങി. ഗ്രാമം കാണുന്ന ഒരു പർവ്വത പ്രദേശത്ത് ഞാൻ ടെൻ്റ് അടിച്ചു. എനിക്ക് കുറേ നാൾ താമസിക്കണം, ആ ഗ്രാമങ്ങളെക്കുറിച്ച് പഠിക്കണം. അവിടെ ടെൻ്റ് അടിച്ചുകൊണ്ട് ഞാൻ ഗ്രാമത്തിലെ ഓരോ വീടുകളിലേക്ക് പോയി അന്വേഷിക്കും, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത രീതിയൊക്കെ. അത്രമാത്രം നല്ല മനുഷ്യർ. രാത്രികാലങ്ങളിൽ ഞാൻ തനിച്ചാണ്. ഗ്രാമം ഏകദേശം ഒരു 400-500 മീറ്റർ ദൂരെയായിട്ടാണ് ഉണ്ടാവുക. രാവിലെ ആയാൽ കന്നുകാലികളെയും കൊണ്ടുവരുന്ന ഗ്രാമവാസികളെ കാണാൻ തന്നെ എത്ര സന്തോഷമാണെന്നറിയോ. കൂടാതെ കൃഷിയിടങ്ങളിലേക്ക് പോകുന്ന ജനങ്ങളെയും കാണാറുണ്ട്. ഗ്രാമത്തിലെ ഓരോ ആൾക്കാർ വന്ന് എന്നെ വിളിക്കും, മോൻ ഇന്ന് എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരാമോ? ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകൂടെ? മോന് കൂടിയാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയത്. എത്ര സന്തോഷം എന്നറിയോ. അതായത് ഞാൻ എങ്ങനെയാണ് ഇത് പറഞ്ഞു തരുന്നത് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഓർമ്മകളൊക്കെ ഓർത്തെടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ എത്തിച്ചു തരുന്നത്. വലിയ വലിയ അനുഭവങ്ങളാണ്, പക്ഷെ 3-4 മിനിറ്റിൽ എങ്ങനെ പറഞ്ഞു തീർക്കണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ യാത്രകൾ തുടരുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾക്ക് എന്താണോ ജീവിതത്തിലുള്ളത് അതുകൊണ്ട് സന്തോഷമായി ഇരിക്കുന്നത് തന്നെയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗം. മറ്റൊരു യാത്രാനുഭവങ്ങളുമായി ഞാൻ വീണ്ടും വരാം.